ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗൈസ്. അപ്പോൾ നമ്മളിതാ പുതിയൊരു വീഡിയോ ആയിട്ട് ഇന്ന് വന്നിട്ടുണ്ട്. ഇന്ന് നമ്മളിവിടെ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് ആക്ച്വലി ഞാൻ നമ്മുടെ റീലിലല്ല ഷോർട്ട് വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, ഞാൻ യൂസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രൈപോഡിനെ പറ്റിയിട്ട് വീഡിയോ വേണമെന്നുള്ളത്. അപ്പോൾ ഞാൻ ഏതായാലും വിചാരിച്ചു ക്വസ്റ്റ്യൻ ഇട്ടെങ്കിലും ഞാൻ എന്തായാലും വീഡിയോ എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ എടുക്കാണ് കേട്ടോ വീഡിയോ. എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ എന്ന് ആലോചിച്ചപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുള്ള ഒരു ക്യുക്കായിട്ടുള്ള ഒരു തോട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാന്നുള്ളത്. അപ്പോൾ അതാണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ആക്ച്വലി എൻ്റെ കയ്യിലെ ട്രൈപോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല തരത്തിലുള്ള ട്രൈപോഡ്സ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. സെൽഫി സ്റ്റിക്കില്ലേ, ഫസ്റ്റ് ആദ്യമായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് നോർമൽ നമ്മുടെ സെൽഫി സ്റ്റിക്കായിരുന്നു. സെൽഫി സ്റ്റിക്ക് എന്ന് പറയുമ്പോൾ എന്താ പറയുക, ഇതല്ലായിരുന്നു നമ്മുടെ ചാനൽ വേറെ ഒന്നായിരുന്നു, ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കി പോയി. അന്ന സമയത്ത് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ നോർമലായിട്ടുള്ള സെൽഫി സ്റ്റിക്കില്ലേ, ആ സെൽഫി സ്റ്റിക്കിൻ്റെ മേലെ വെച്ചിട്ട് അങ്ങനെ ഇരുന്ന് വീഡിയോ എടുത്തത്. അത് ഒരുപാട് കാലം ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ ഒക്കെ പൊട്ടിപ്പോയി. ബാക്ക് സ്റ്റോറി കുറേ ഉണ്ട്, അതൊന്നും ഞാൻ കൂടുതലായിട്ട് പറയണില്ല, അതൊക്കെ ആലോചിക്കാനും താല്പര്യമില്ല. അപ്പോൾ അങ്ങനെ അതൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ട് പിന്നെ നമ്മളിപ്പോൾ പുതിയ ചാനൽ തുടങ്ങിയ സമയത്ത് നോർമലായിട്ടുള്ള നമ്മുടെ മീഷോന്നൊക്കെ വാങ്ങിക്കുന്ന സ്റ്റാൻഡില്ലേ, ട്രൈപോഡ് എന്ന് പറയുമ്പോൾ സ്റ്റാൻഡ് വരുന്ന ആ ടൈപ്പ്, ഒരു സിൽവർ കളറിലുള്ള ഒരു കാലൊക്കെ വരുന്ന ഒരു ടൈപ്പില്ലേ, പഴയ മോഡൽ, അങ്ങനത്തെ ട്രൈപോഡ് ഇന്ന് ഞാൻ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ കാര്യങ്ങളും ഒന്ന് കാണിക്കാൻ എൻ്റെ കയ്യിലില്ല, കുറേ നാൾക്ക് മുന്നേ ഉള്ളതാണ്. അത് കുറേ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം അതൊക്കെ പൊട്ടി നാശകോശമായി പോയതിനു ശേഷം പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളത് നമ്മുടെ നോർമലായിട്ടുള്ള സെൽഫി സ്റ്റിക്ക് കം സ്റ്റാൻഡ് അങ്ങനെ വരുന്ന ഒരു ടൈപ്പ് സാധനമില്ലേ, അതായിരുന്നു കേട്ടോ ഉപയോഗിച്ചത്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കുറേ കാലമായിട്ട്, ഒരു 3-4 വർഷമായിട്ട് ഞാൻ അതന്നെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കാലാവധി കഴിഞ്ഞു, അപ്പോൾ അത് പൊട്ടിപ്പോയി. അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ അന്ത സമയം ഇതൊരു 2-3 കൊല്ലത്തിനും അടുത്ത് ഞാനിത് ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് നല്ല വർത്തായിട്ടുള്ള സാധനം. ഇതാകുമ്പോൾ ഇങ്ങനെ മടക്കിയിട്ട് നമുക്ക് ബാഗിൽ, എൻ്റെ ഒരു ബാഗുണ്ട്, ഒരു കുട്ടി ബാഗ്, അതിലിട്ട് കൊണ്ടുപോകാനൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. കണ്ടോ, ഇതേപോലെ നമുക്ക് ഇങ്ങനെ തിരിക്കാം. പിന്നെ അതേപോലെ ഇതിങ്ങനെ പൊക്കിയിട്ട് ഫോണ് സെറ്റ് ചെയ്യാം. പിന്നെ ഇവിടെ ഒരു ബ്ലൂടൂത്തിൻ്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു, അതിൽ നമുക്ക് ഫോട്ടോസ് എടുക്കാനും അതേപോലെ തന്നെ സെൽഫായിട്ട് നമുക്ക് ഒറ്റയ്ക്ക് തന്നെ, ആരും നമ്മളെ ഹെൽപ്പ് ചെയ്യാനൊന്നും ഇല്ലെങ്കിൽ, ഈ വീഡിയോ എടുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യാൻ ആരും ഇല്ലെങ്കിൽ, ഫോട്ടോ എടുക്കാനൊന്നും ഹെൽപ്പ് ചെയ്യാൻ ആരും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബ്ലൂടൂത്ത് ഫോണായിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് കയ്യിലൊക്കെ ആരും കാണാത്ത രീതിയിൽ ഇങ്ങനെ പിടിച്ചിട്ട് നമുക്ക് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വീഡിയോ എടുക്കാനും അതേപോലെ തന്നെ ഫോട്ടോസ് എടുക്കാനൊക്കെ വളരെയധികം ഉപകാരമായിരുന്നു. ഞാനത് നന്നായിട്ട് ഉപയോഗിച്ചിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ല എന്താണ് ഞാനിത് ഒഴിവാക്കാനുള്ള കാരണം എന്നുള്ളത്. പൊട്ടിപ്പോയി ഗൈസ്, പൊട്ടിപ്പോയി. ഇത് ഇങ്ങനെ പൊട്ടിപ്പോയത് മാത്രമല്ല, ഇത് നമുക്ക് ഇങ്ങനെ സ്റ്റാൻഡ് ആക്കിയിട്ട് വെക്കാം. 2 എണ്ണമല്ല, ഇവിടെ ഒരു പീസും കൂടി ഉണ്ട്, അത് പൊട്ടിപ്പോയി, അപ്പോൾ അത് നിൽക്കൂല. പക്ഷെ എന്നാലും ഞാനിത് ചാരിയൊക്കെ വെച്ചിട്ടൊക്കെ ഇത് യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഈ ഒരു സംഭവം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് നല്ല അത്യാവശ്യം ലെങ്ത്തിൽ നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ. കാണിച്ചു തരാം. ഇത്രയും ലെങ്ത്തിലേ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. നമുക്ക് ഇങ്ങനെയൊക്കെ പിടിച്ചിട്ട് വീഡിയോ എടുക്കാനും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാനൊക്കെ ഈ ഒരു സംഭവം തന്നെ അടിപൊളിയാണ്. എന്നെ സംബന്ധിച്ച് എനിക്കിത് നല്ല വർത്തായിട്ടുള്ള ഒരു ഐറ്റം ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നിട്ടുള്ള ഒരു ട്രൈപോഡ്. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പൊട്ടുകയും ചെയ്തു. അപ്പം എന്തായാലും വേറൊന്ന് ഇതേ ടൈപ്പ് തന്നെ വാങ്ങിക്കാമെന്ന് ഓർത്തായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും വീഡിയോ എടുക്കുകയാണല്ലോ, വീഡിയോ എടുക്കുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു സാധനമാണ് ഈ ഒരു ട്രൈപോഡ് അല്ലെങ്കിൽ സ്റ്റാൻഡ്, ഈ ലൈറ്റ് എന്നൊക്കെ പറയുന്നത് കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ ക്യാഷ് ഇങ്ങനെ സ്വരുക്കൂട്ടി വെച്ചിട്ട് ഞാനൊരു ലൈറ്റിൻ്റേത് വാങ്ങി. അതായത് ഒരു 1 ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കണം. കാരണം ഞാൻ ഈ വയറിൻ്റെ മേലെ നമ്മുടെ ബൾബില്ലേ, ബൾബൊക്കെ ഫിറ്റ് ചെയ്തിട്ട് ആവശ്യ നേരം ഈ വയറിങ്ങനെ ചുറ്റി പ്ലഗിലൊക്കെ കണക്ട് ചെയ്തിട്ട് അങ്ങനെയായിരുന്നു ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ലൈറ്റൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത്. അത് തന്നെ ഈ വെളിച്ചത്തിൻ്റെ ഭയങ്കരമാണ്. അപ്പോൾ നമ്മൾ ഇടുന്ന ലൈറ്റിൻ്റെ പ്രശ്നം കൊണ്ടൊക്കെ ഈ നിഴലില്ലേ, ഷാഡോ ചിലപ്പോൾ ഈ സൈഡിലായിരിക്കും, ചിലപ്പോൾ ആ സൈഡിലായിരിക്കും. നമ്മുടെ കറക്റ്റ് ഈ വീഡിയോയിലൊക്കെ ഇങ്ങനെ പഴയ വീഡിയോയിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. അങ്ങനെ ഒരു വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വീഡിയോ എടുക്കും.
ലൈറ്റിൻ്റെ ഒക്കെ എല്ലാവരും കിടന്നുറങ്ങിയിട്ടൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്, സൗണ്ടൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ ഈ ജനലൊക്കെ തുറന്നിട്ട് വെളിച്ചം കിട്ടാൻ വേണ്ടി അപ്പോഴേക്ക് കോഴിയുടെ കരച്ചിൽ, കാക്കേൻ്റെ കരച്ചിൽ, അങ്ങനെ അങ്ങനെ പല സാധനങ്ങളും ഉണ്ടാകും. ഇപ്പം തന്നെ ബാക്ക്ഗ്രൗണ്ടിലുണ്ടോ അവിടെ പണിയെടുക്കുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല ഒരു കാക്ക ഇവിടെ അങ്ങനെ വന്നിരിക്കട്ടെ, അതിൻ്റെ സൗണ്ടും, അങ്ങനെ എല്ലാം കൂടി ആയിട്ട് ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. അപ്പം എന്തായാലും വേണ്ടിയില്ല, ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ എനിക്കൊരു ലൈറ്റ് വാങ്ങിക്കാമെന്ന് ഓർത്തിട്ട് അങ്ങനെ ഞാൻ വാങ്ങിയിട്ടുള്ള ലൈറ്റിൻ്റെ ഒരു സ്റ്റാൻഡിൻ്റെ മേലെയാണ് ഇപ്പോൾ ഈ വീഡിയോ ഞാൻ ഈ ഫോൺ ഞാൻ വെച്ചിട്ടുള്ളത്. ആക്ച്വലി ആ ഒരു സംഭവത്തിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു തരാം. അതിനെ പറ്റിയിട്ട് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റിലേക്ക് പറഞ്ഞുതരാം. ഓക്കെ, അത് ഞാൻ എന്താ പറയുക, ഈ ഫോണ് വേറൊരു ട്രൈപോഡിൻ്റെ മേലേക്ക് ഫിറ്റ് ചെയ്തിട്ട് വേണം അതിനെ പറ്റിയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ആ ലൈറ്റ് വാങ്ങിയതിന് ശേഷം ഞാൻ എന്തായാലും വേണ്ടില്ല നമുക്കൊരു ഇങ്ങനെ നടന്നു വരുന്നതും അങ്ങനത്തെ ഓരോ ഷോട്ടും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രൈപോഡ് അല്ലെങ്കിൽ സ്റ്റാൻഡ് എന്തായാലും വേണം എന്ന് ഓർത്തിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു സാധനം വാങ്ങിയിട്ടുള്ളത്. കണ്ടോ, ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ്. ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം. ഓക്കെ, എനിക്ക് ഓർമ്മയില്ല, ഇത് വാങ്ങിയിട്ട് ഒരു 3-4 മാസമായി. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റാൻഡ്. ഇതിലാണ് ഞാൻ വീഡിയോ എടുക്കാറുള്ളത്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ ഒരു സാധനമില്ലേ, ഇതിനെ പോലെ ഇത് ഇത്രയും ചെറുതാക്കാൻ വേണ്ടിയിട്ട് പറ്റൂല. ഇതാണ് ഇതിൻ്റെ വലിപ്പം. ഇത്തിരി കൂടി ചെറുതാക്കാൻ വേണ്ടിയിട്ട് പറ്റുകയായിരുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് അങ്ങനെയല്ല ഇത്രയെങ്കിലും ആക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടെങ്കിൽ എനിക്കിൻ്റെ ബാഗിൽ കൊള്ളിക്കരുത്. പക്ഷെ ഇത് ബാഗിലിടാൻ വേണ്ടി പറ്റില്ല. ഇത് പാക്ക് ചെയ്ത് വന്നപ്പോൾ തന്നെ ഇതിൻ്റെ വലിപ്പം ഇതാണ്, നല്ല വലിപ്പമുള്ളതാണ്. പിന്നെ അത് മാത്രമല്ല, ഇത് നമുക്കിതിങ്ങനെ എന്താ പറയുക, കണ്ടോ, ഇതിൻ്റെ ഇങ്ങനെ സെറ്റ് ചെയ്താൽ തന്നെ ഇത് ഏകദേശം ഇത്ര ഹൈറ്റിൽ കിട്ടും. ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ സെപ്പറേറ്റ് ആയിട്ടുള്ള വീഡിയോ ഞാൻ വേറെ തന്നെ കൊടുക്കാട്ടെ, എന്നാലേ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവുള്ളൂ. ഇപ്പം ഞാൻ ഈ ഒരു പൊസിഷനിലാണ് ഈ ഒരു സ്റ്റാൻഡിനെ ആക്കിയിട്ടുള്ളത്. കണ്ടോ, ഈ ഒരു രീതിക്ക് ഞാൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വെക്കുന്ന സമയത്ത് ഇത്രയും ഹൈറ്റ് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്കിത് എത്ര വേണമെങ്കിലും ലെങ്ത്ത് കൂട്ടാം. എത്ര വേണമെങ്കിലും എന്നല്ല, അത്യാവശ്യം തിരക്കിയിട്ടില്ലാത്ത അത്രയും ലെങ്ത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ അതാ ഇത്രയും ലെങ്ത്ത് ഞാൻ കൂട്ടിയിട്ടുണ്ട്. കേട്ടോ, മേലെ മുട്ടുന്നുണ്ട് ഗൈസ്. ഓക്കെ, ഇത്രയും ലെങ്ത്ത് എനിക്ക് ഈ ഒരു എന്താ പറയുക, ഈ സ്റ്റാൻഡിൽ കിട്ടുന്നുണ്ട്. ഇനിയും ഇത് ലെങ്ത്ത് കൂട്ടാൻ വേണ്ടിയിട്ട് പറ്റും. കണ്ടോ, ഇത് ഇനിയും ഞാൻ ലെങ്ത്ത് കൂട്ടി. ഇനി ഇതെങ്ങനെ ഇത് കാണിച്ചു തരാം എന്നുള്ള കാര്യത്തിൽ എനിക്ക് കൺഫ്യൂഷനാണ് ഗൈസ്. ഇത് അങ്ങ് മേലെ വരെ ഞാൻ വേറെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ എടുക്കാം. ഓക്കെ, അപ്പോൾ അങ്ങ് മേലെ വരെ ഇത് എത്തിയിട്ടുണ്ട്. അതായത് എൻ്റെ ഹൈറ്റിനേക്കാൾ കുറച്ച് മേലെയാണ് ഇത് നിൽക്കുന്നത്. വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കാം, എന്നാലേ നിങ്ങൾക്കിത് കറക്റ്റ് മനസ്സിലാവുള്ളൂ. ഞാൻ അതിൻ്റെ ഹൈറ്റ് ഒന്ന് കുറയ്ക്കട്ടെ. ഇത് മേലെ തട്ടിയിട്ട് പൊട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി എനിക്കിത് വാങ്ങിക്കാൻ കഴിയൂല. ഓക്കെ, ഇതേപോലത്തെ എന്താ പറയുക, ടൈറ്റ് ചെയ്യുന്ന ലൂസ് ചെയ്യുന്ന ഒരു സംഭവം വന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെ മേലെ. പിന്നെ ഇതാ ഇതും ഇത്രയും ഹൈറ്റാക്കി നമുക്കിങ്ങനെ എത്ര വേണോ അതിനനുസരിച്ചിട്ട് നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ, നമ്മളിപ്പോൾ നിലത്ത് ഇരുന്നിട്ട് വീഡിയോ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. കാരണം ഇതിൻ്റെ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് തന്നെ എത്രയാണ്, ഞാൻ നേരത്തെ ഫസ്റ്റ് കാണിച്ചു തന്നില്ലേ, അതാണ് അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. ഇതാണ് ഇതിൻ്റെ നോർമൽ, ഇത്രയും ഹൈറ്റിലാണ് ഇതുണ്ടാവുക. അപ്പോൾ ഞാൻ ഇരിക്കുന്ന സമയത്തെ ഞാൻ എന്തിനെങ്കിലും മേലെ കയറിയിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ, എന്നാലും കുഴപ്പമില്ല, ഇത്രയും നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. കണ്ടോ, ഇതാണ് അപ്പോൾ അതിൻ്റെ ഹൈറ്റും ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ. പിന്നെ വരുന്നത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു സംഭവം അതിൻ്റെ മേലെ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. കണ്ടോ, ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം നമുക്ക്. ബാക്ക് സൈഡിൽ ഞാൻ അയച്ച് കാണിച്ചു തരാം. സെറ്റ് ഇവിടെയും ഫിറ്റ് ചെയ്യുക ഈ ഒരു സാധനം. ഇത് നമുക്ക് ഇങ്ങനെ ലൂസാക്കി കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ടൈറ്റ് ചെയ്യുന്ന ഒരു സംഭവമുണ്ട്, ലൂസാക്കുന്നത്. ഇതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ വരുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് അറിയണ്ടാവും, എന്നാലും ഞാൻ വെറുതെ പറയുകയാണ് കേട്ടോ. ഇതിങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ അയച്ചു വെക്കുക. അത് നമുക്ക് ഇങ്ങനെ എവിടെ ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ആക്കാം, അങ്ങനെ ആക്കാം, എങ്ങനെ വേണമെങ്കിലും നമുക്കിത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ഈ ഒരു സംഭവമില്ലേ,
ബാക്കിൽ വേണമെങ്കിൽ ഇങ്ങനെ കണക്ട് ചെയ്യാം, ഇങ്ങനെ വീഡിയോ എടുക്കാം. ഇനി അതല്ല ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഒരു സംഭവം വരുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ സ്ട്രെയിറ്റ് ആക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഈ ഷോർട്ട് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടേ അങ്ങനെയും ഇത് സെറ്റ് ആക്കാം കേട്ടോ. ഓക്കെ, ഈ ഒരു സംഭവം വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് നമുക്കിതിങ്ങനെ ഫിറ്റ് ചെയ്യാം. കണ്ടോ, സ്ട്രെയിറ്റ് ആക്കിയിട്ട് ഇങ്ങനെ ഫിറ്റ് ചെയ്യാം. ഇതിന് ചെയ്യിക്കണമെങ്കിൽ ഇവിടെ ഒരു കട്ടിങ് വരുന്നുണ്ട്. കണ്ടോ, ഇവിടെ ഒരു ചെറിയൊരു കട്ടിങ് വരുന്നുണ്ട്. ഇങ്ങനെ ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യിക്കാം. കാരണം ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ഈ ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് ബോൾ പോലത്തെ ഒരു സാധനമാണ്. അപ്പോൾ അതിങ്ങനെ റൗണ്ട് ആയിട്ടുള്ള കാരണം ഇങ്ങനെ തിരിയുമല്ലോ. അപ്പോൾ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് എനിക്ക് വീഡിയോ എടുക്കാം, കുത്തനെ വെച്ചിട്ട് വേണേൽ വീഡിയോ എടുക്കാം. ഇതിൻ്റെ ബാക്കിൽ വേണമെങ്കിൽ ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് തിരിച്ചു മറിച്ചും എങ്ങനെ വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന എന്താ പറയുക, ട്രൈപോഡ് അല്ലെങ്കിൽ സ്റ്റാൻഡ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. നമുക്കിത് ക്യാമറയും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഭാഗ്യവശാൽ എനിക്ക് ക്യാമറ ഇല്ലാത്തത് കാരണം എനിക്ക് അങ്ങനത്തെ വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സെൽഫി അല്ല എന്താ പറയുക സ്റ്റാൻഡ്, ട്രൈപോഡ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ പരിചയപ്പെടാൻ വേണ്ടിയിട്ട് പോകുന്നത്, ഞാനിപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈറ്റിൻ്റെ സ്റ്റാൻഡാണ് നല്ലത്, അതാണ്. അപ്പോൾ ഞാൻ ഈ ഫോൺ ഇനി ഇതിൻ്റെ മേലേക്ക് ഒന്ന് കണക്ട് ചെയ്യട്ടെ, എന്നിട്ട് ഞാൻ അതിനെ പറ്റിയിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ട്രൈപോഡ് സ്റ്റാൻഡ് നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ലൈറ്റിൻ്റെ സ്റ്റാൻഡ് വരുന്നത്. എഗെയിൻ അതേപോലെ തന്നെയാണ് വരുന്നത് കേട്ടോ. അവിടെ ചെറുതായിട്ടൊരു സംഭവം വിട്ടുപോയിട്ടുണ്ട്, എൻ്റെ അടുത്ത് വന്നൊരു മിസ്റ്റേക്കാണ്, പൊട്ടിപ്പോയത്. കുഴപ്പമില്ല, വേണമെങ്കിൽ നമുക്കിത് ഒട്ടിച്ചേക്കാം കേട്ടോ, സെറ്റാക്കണം. ഇതിൻ്റെ ഹൈറ്റും കൂടി നമുക്ക് നോക്കാം. അതിന് മുന്നേ നമ്മുടെ ട്രൈപോഡിൽ എങ്ങനെയാണോ ഈ സ്ക്രൂ കാര്യങ്ങളൊക്കെ വരുന്നത് അതേപോലെ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ മേലെ വരുന്നത്. 2 എണ്ണം വരുന്നത്, പിന്നെ അതേപോലെ ഇവിടെ ഒന്ന് വരുന്നുണ്ട് കേട്ടോ. ഈ സംഭവം ടൈറ്റ് ആക്കാനും ലൂസ് ആക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ മേലെ വരുന്നത് ഇങ്ങനെ ഒരു സ്ക്രൂ ടൈപ്പ് സാധനമാണ്. ആക്ച്വലി ഞാൻ ഈ ഒരു ട്രൈപോഡിൻ്റെ സ്റ്റാൻഡ് വാങ്ങിക്കുന്നതിന് മുന്നേ ആണ് ഈ ലൈറ്റിൻ്റെത് വാങ്ങിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ട്രൈപോഡിൻ്റെ ഞാൻ വാങ്ങിക്കൂലായിരുന്നു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഇതിൻ്റെ മേലെ ഇങ്ങനെ ഒരു സംഭവം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് സെൽഫി, അതായത് നമ്മുടെ ട്രൈപോഡിൻ്റെ പോലെ ഫോൺ വെക്കുന്ന സാധനമില്ലേ, അതേപോലെ ഒരു സാധനം ഇതിൻ്റെ മേലേക്ക് കൂടെ അവർ കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ഇങ്ങനെ വരും. ഇതിൻ്റെ മേലേക്ക് ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് ഇവിടെ ഒരു സംഭവം ഉണ്ട്. ഇതിങ്ങനെ ടൈറ്റ് ആക്കിയിട്ട് ഇതിങ്ങനെ വെച്ചിട്ടേ ഇതിങ്ങനെ ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലേ ഇതിൻ്റെ മേലെ ഇങ്ങനെ ഫിറ്റ് ആയിക്കോളും. ഇങ്ങനെയാണ് വരിക. എന്നിട്ട് ഇതിങ്ങനെ ടൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ നിൽക്കും. ഇതിൻ്റെ മേലെ നമുക്ക് ഫോൺ വെച്ചിട്ട് യൂസ് ചെയ്യാം. അതായത് ഇങ്ങനെ തിരിക്കാനും മറിക്കാനൊക്കെ പറ്റും കേട്ടോ. എഗെയിൻ ഇതിൻ്റെ മേലെ ഇവിടെ ഉൾഭാഗത്തായിട്ട് വരുന്നത് ബോൾ ടൈപ്പ് സംഭവമാണ്. നമ്മൾ നേരത്തെ കണ്ടില്ല, അതേപോലെ ഒരു ബോളിൻ്റെ ഒരു സംഭവമാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ വരുന്നത്. അപ്പോൾ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാനും ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ വെക്കാം, ചെരിച്ചിട്ട് വെക്കാം, എങ്ങനെ വേണമെങ്കിലും ഇത് തിരിക്കാനും മറിക്കാനൊക്കെ പറ്റും. ഇതിൻ്റെ മേലെ ഇങ്ങനെ വെച്ചാൽ മതി. അപ്പോൾ എനിക്കിത് എന്താ പറയുക ട്രൈപോഡിൻ്റെ സ്റ്റാൻഡായിട്ട് യൂസ് ചെയ്യുന്നു. പക്ഷേ അപ്പോൾ എനിക്ക് ലൈറ്റിൻ്റെ ഇത് കിട്ടൂല. ഓക്കെ, അങ്ങനെ ഒരു സംഭവം ഉള്ളതിനോട് ഞാൻ അങ്ങനെ ആശ്വസിക്കുകയാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ ഏതായാലും നമുക്കിനി ഇതിൻ്റെ ഹൈറ്റ് കൂടെ നോക്കാം. അപ്പോൾ ഞാനിതിപ്പോൾ താഴെ വെക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണില്ലല്ലോ. യെസ്, അതാണ്. ഇനി ഞാനിതിൻ്റെ ഹൈറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് പോവാണേ. കേട്ടോ, ഇത്രയും ഹൈറ്റിലിപ്പോൾ കിട്ടി. ഏകദേശം ഇപ്പോൾ എന്നേക്കാൾ ഒരു ഇത്തിരി പൊക്കത്തിനാണ് ഇത് നിൽക്കുന്നത്. ഇനിയും ഇത് നമുക്ക് ഹൈറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടെ ഒന്ന് തിരിച്ചിട്ട് കണ്ടോ മേലെ എത്തി. കണ്ടോ, എൻ്റെ ഹൈറ്റിനേക്കാൾ കൂടുതലായിട്ടാണ് ഇപ്പോൾ അതിൻ്റെ ഹൈറ്റ് വന്നിട്ടുള്ളത്. അതായത് നമ്മുടെ ട്രൈപോഡിൻ്റെ സ്റ്റാൻഡും ഈ ലൈറ്റിൻ്റെ സ്റ്റാൻഡും ഒരേ ഹൈറ്റിൽ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ലൈറ്റും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ അതൊന്ന് താത്തുന്നുണ്ടേ. ഇതിൻ്റെ ലൈറ്റ് വരുന്നത് ഇതാ ഇങ്ങനെയാണ് കേട്ടോ. LED ലൈറ്റാണ് ഇതിൻ്റെ മേലെ വരുന്നത്. ഇതിൽ ഇതേപോലെ തന്നെ ഒരു കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സംഭവമാണ് വരുന്നത്. ഇത് നമുക്ക് ലാപ്ടോപ്പിലൊക്കെ കണക്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാം. പിന്നെ അതിൻ്റെ മേലെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ സ്വിച്ച് വരുന്നുണ്ട്. ഇതിൻ്റെ മേലെ ഓണും ഓഫും ആണ് ഈ റെഡ് കളർ കാണിക്കുന്നത്. പിന്നെ ഈ മൈനസും ഈ പ്ലസും കാണിക്കുന്നത് ലൈറ്റിൻ്റെ ബ്രൈറ്റ്നെസ് കൂട്ടാനും കുറയ്ക്കാനുള്ള ഓപ്ഷനാണ് കേട്ടോ. പിന്നെ ഈ ഒരു സംഭവം വരുന്നുണ്ട്, രണ്ടാമത്തെ ഈ ഓപ്ഷൻ വരുന്നത്
നമുക്ക് ലൈറ്റ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 3 ടൈപ്പിലുണ്ട്, നല്ല ബ്രൈറ്റ് ആയിട്ട്, പിന്നെ കുറച്ച് വാം ആയിട്ട്, പിന്നെ കുറച്ചുകൂടി നല്ല ഡാർക്ക് വാം കളറായിട്ട്, അങ്ങനെ 3 ടൈപ്പിലാണ് ഈ ഒരു ലൈറ്റിൻ്റെ സംഭവം വരുന്നത്. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെന്താ, ഈ ലൈറ്റ് നമുക്ക് സെറ്റ് ചെയ്യാം ഈ ഒരു സംഭവത്തിൻ്റെ മേലെയാണ്. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ വെക്കാം. ഇതിൻ്റെ ഇവിടെയും ഇങ്ങനെ ഒരു ഹോള് വരുന്നുണ്ട്, പിന്നെ അതേപോലെ ഈ സൈഡിലും ഹോള് വരുന്നുണ്ട്. ഇവിടെ ഇല്ല കേട്ടോ, 2 സൈഡിലാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ഫിറ്റ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ തിരിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്യാം കേട്ടോ. ഇങ്ങനെ സെറ്റ് ചെയ്യാനേ പറ്റുള്ളൂ. നമുക്കിത് എന്താ പറയുക, ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെയൊക്കെ തിരിച്ചിങ്ങനെ വെക്കാം. ഓക്കെ, അല്ലാതെ ഇങ്ങനെ താഴ്ത്താൻ വേണ്ടിയിട്ട് പറ്റൂല. ഇങ്ങനെ ഫിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ താഴ്ത്താൻ വേണ്ടി പറ്റില്ല കേട്ടോ. താഴ്ത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഈ ഒരു ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്ന ഒരു ട്രൈപോഡിൻ്റെ സ്റ്റാൻഡിൻ്റെ ആ സംഭവമില്ലേ, ബോൾ വരുന്നത്, ആ സംഭവത്തിൻ്റെ മേലെ ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് തിരിക്കാനും മറിക്കാനും ഒക്കെ പറ്റും. അപ്പോൾ ഇവിടെയും നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ ഇത് കണക്ട് ചെയ്യാം കേട്ടോ. അതും കൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എന്നിട്ട് ഞാൻ ഇതിൻ്റെ ഹൈറ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, നമുക്കിത് ഇങ്ങനെ ഫിറ്റ് ചെയ്യാം. വേണം. അപ്പോൾ നമുക്ക് 2 ടൈപ്പിൽ ഈ ലൈറ്റിനെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ വന്നതാണ് ഈ ഒരു മൊബൈൽ ഹോൾഡർ, അങ്ങനെ പറയാം നമുക്കല്ലേ, മൊബൈൽ വെക്കുന്ന ഈ ഒരു സാധനം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ട്രൈപോഡിൻ്റെ ലൈറ്റിൻ്റെ സംഭവങ്ങൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഹൈറ്റും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഓക്കെ ഗൈസ്, അങ്ങനെ അപ്പം നമ്മുടെ 2 ട്രൈപോഡ് സ്റ്റാൻഡും അതേപോലെ തന്നെ ലൈറ്റിൻ്റെ സ്റ്റാൻഡും നിങ്ങൾ കണ്ടല്ലോ. അപ്പം ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കേട്ടോ എൻ്റെ ഈ ഒരു സംഭവം, ചെറിയ കുഞ്ഞ് ട്രൈപോഡിൻ്റെ അത് പൊട്ടിപ്പോയല്ലോ, സെൽഫി സ്റ്റിക്ക് എന്താ പറയുക, ട്രൈപോഡ് പൊട്ടിപ്പോയല്ലോ. അപ്പം എന്ത് ചെയ്യാനാണ് ഞാൻ ഇങ്ങനെ ആലോചിച്ചിരുന്ന സമയത്താണ് പുതിയൊരു സംഭവം എൻ്റെ കണ്ണിൽ ഉടക്കിയത്. അതാണ് നിങ്ങൾ ഷോർട്ട് വീഡിയോയിൽ കണ്ടിട്ടുള്ളത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ഐറ്റം വന്നിട്ട്, കണ്ടോ, ഇതാണ് സംഭവം. ഇതെനിക്ക് നല്ല ഇഷ്ടമായി. പക്ഷേ ഇതും വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ച് വലിയതാണ്, ഇത് കുഞ്ഞതാണ്. ഇതെൻ്റെ ബാഗിൽ കറക്റ്റ് ഫിറ്റിംഗ് ആയിരുന്നു. പക്ഷേ ഇത് വലുതാണ്, എൻ്റെ ബാഗിൽ കൊള്ളുന്നില്ല, കുഞ്ഞു ബാഗിൽ കൊള്ളുന്നില്ല. അപ്പോൾ ഏതായാലും ബാഗ് മാറ്റിയാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ ഗൈസ്. ഓക്കെ, അപ്പോൾ ഏതായാലും ഇത് ആ ഒരു സെയിം സാധനം പോലെ തന്നെയാണ് കേട്ടോ. പക്ഷേ ഷേപ്പിലൊക്കെ കുറച്ച് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ഇത് നമുക്കിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം, കണ്ടോ, ടിക് 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 റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. പിന്നെ ഇതേപോലെ ഫോൺ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് ഇവിടെ ഇങ്ങനെ നിന്നോളൂ കേട്ടോ. പിന്നെ നിങ്ങൾക്ക് അറിയണ്ടാവും അതൊക്കെ തന്നെ കേട്ടോ. ഇവിടെ ഇതേപോലെ ബ്ലൂടൂത്തിൻ്റെ ഒരു സംഭവം വരുന്നുണ്ട് കേട്ടോ. നമുക്കതെടുത്ത് കയ്യിൽ പിടിച്ചതിന് ശേഷം കേട്ടോ അത് ഓണാക്കാം, ഫോണായിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ ഇതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഊരി കയ്യിൽ പിടിച്ചിട്ട് നമുക്കിങ്ങനെ ഓരോ പോസിൽ ഇങ്ങനെ നിൽക്കാം, ഇതിങ്ങനെ വെക്കാം, ഈ സംഭവം കയ്യിൽ വെക്കാം, ഫോണിൽ കണക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ ഇത് കയ്യിലിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫോട്ടോ അടിപൊളിയായിട്ട് കിട്ടും. അതേപോലെ തന്നെ വീഡിയോ എടുക്കണമെങ്കിലൊക്കെ നമ്മൾ ഒറ്റയ്ക്കുള്ളൂ, വേറെ ആരും നമ്മളെ ഹെൽപ്പ് ചെയ്യാനൊന്നും ഇല്ലെങ്കിൽ വീഡിയോ എടുക്കാനൊക്കെ ഇത് അടിപൊളിയാണ് കേട്ടോ. ഫോണും ഈ സ്റ്റാൻഡും എവിടെയെങ്കിലും കൊണ്ടുപോയി വെക്കുക, ഈ സാധനം കയ്യിൽ പിടിക്കുക, ഇങ്ങനെ ഇരിക്കുന്ന ഫോട്ടോ, ഇങ്ങനെ നടന്നു വരുന്ന ഫോട്ടോ, വീഡിയോ ഒക്കെ എടുക്കുകയാണെങ്കിൽ ഈ ഒരു സംഭവം അടിപൊളിയാണ്. ഓക്കെ, അപ്പോൾ അത് ഞാനിപ്പോൾ എന്തായാലും ഇതിൽ ഫിറ്റ് ചെയ്യട്ടെ. ഇതിൻ്റെ ബാറ്ററി തീർന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കിട്ടുമെന്നാണ് തോന്നുന്നത് കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാനത് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതും അതേപോലെ തന്നെ നമുക്ക് എത്രത്തോളം ഹൈറ്റ് ഉണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരട്ടെ നിങ്ങൾക്ക്. ഇവിടെ അങ്ങനെ ഓപ്പൺ ചെയ്യാം കേട്ടോ. ഇതിൻ്റെ സ്റ്റാൻഡ് വരുന്നുണ്ട്, കണ്ടോ, ഇങ്ങനെ ആക്കിയിട്ട് ഓപ്പൺ ആകും. അല്ലാതെ ഇങ്ങനെ ജസ്റ്റ് താത്തിയിട്ടുണ്ടെങ്കിൽ ഓപ്പൺ ആവും കേട്ടോ. എനിക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ അങ്ങനെയാണ്. ഇങ്ങനെ താഴ്ത്തുമ്പോൾ ഇത് കയ്യിലെങ്ങാനും പോകുന്നുണ്ടെങ്കിൽ എന്താകും, ഉപയോഗിച്ചിട്ടില്ല ഇതുവരെ, അപ്പോൾ അതുകൊണ്ടൊരു പേടി. അപ്പോൾ അത് കാരണമാണ് കേട്ടോ ഞാൻ അങ്ങനെ ആക്കിയത്. ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താൽ താഴെ വെക്കാം. നമുക്ക് നമ്മുടെ ഹൈറ്റിനൊക്കെ അനുസരിച്ചിട്ട് നമ്മൾ ഇരുന്നൊക്കെ വീഡിയോ എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ചൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. എൻ്റെ ഈ 2 സ്റ്റാൻഡിനും അങ്ങനെ പറ്റൂല. അതിനൊരു എന്താ പറയുക, ഒരു ഹൈറ്റ് ഉണ്ട്, അത്രേ അത് താവുള്ളൂ. പിന്നെ അതിനങ്ങോട്ടേക്ക് താവുമല്ലോ. പക്ഷെ ഇതങ്ങനെയല്ല, നമുക്ക് എവിടെ വേണമെങ്കിലും ഇത് സെറ്റ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഹൈറ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പം ഞാനിതിപ്പോൾ താഴെ വെച്ചിട്ടുണ്ട്, ഏറ്റവും താഴെയാണ് നിൽക്കുന്നത്. ഞാനിതിൻ്റെ ഹൈറ്റ് കൂട്ടാൻ വേണ്ടി പോവാണ് കേട്ടോ. കണ്ടോ, ഹൈറ്റ് കൂട്ടി. ഇത് മാത്രമല്ല, ഇനിയും ഞാൻ കൂട്ടി കാണിച്ചു തരാം, ഇത്രയും കൂട്ടി. ഇത് മാത്രമല്ല, ഇനിയും ഞാൻ കൂട്ടി കാണിച്ചു തരാം. കാണുന്നുണ്ടോ, ഇത്രയും ഹൈറ്റ് ഞാൻ കൂട്ടി ഗൈസ്, കണ്ടോ. അതായത് ഞാനിപ്പോൾ
ചെറിയൊരു ഹീലുള്ള ചെരുപ്പ് ഇട്ടതിന് കൊണ്ടാണ് എനിക്ക് ഇത്രയും ഹൈറ്റ് ഉള്ളത്. ശരിക്കും എൻ്റെ ഹൈറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. കണ്ടോ, എന്നേക്കാൾ ഹൈറ്റിൽ നമുക്ക് ഈ ഒരു സംഭവത്തിനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഗൈസ്. എന്താ പറയുക, ഈ ഒരു സെയിം ഒറ്റൊരു സംഭവം നമുക്ക് എവിടെയെങ്കിലും ഒന്ന് വെച്ചിട്ട് നമുക്ക് സ്വന്തമായിട്ട് വീഡിയോ എടുക്കാം, ഫോട്ടോസ് എടുക്കാം, ബ്ലൂടൂത്ത് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു സാധനം എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ നിങ്ങൾക്കിത് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെച്ചാൽ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം ജസ്റ്റ് ഒന്ന്. ഞാനിത് വാങ്ങിയിട്ടുള്ളത് മീഷോന്നാണ് കേട്ടോ. മീഷോയിലെന്ന് പറയുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ കുറേ ഞാനിങ്ങനെ നോക്കി. എനിക്ക് ഇത്രയും വലിപ്പമുള്ളൊരു, അതായത് നമ്മുടെ ആദ്യത്തെ ഈ ഒരു സംഭവമല്ലേ, ഇത്രയും വലിപ്പമുള്ളൊരു ഇത് മതി, ബാഗിൽ കൊള്ളുന്നതായിരിക്കണം, കയ്യിൽ ഇങ്ങനെ ഒതുങ്ങുന്ന സാധനങ്ങളാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ അങ്ങനത്തെ മതി എന്നിങ്ങനെ നോക്കുന്ന സമയത്താണ് ഈ ഒരു സംഭവം എൻ്റെ കണ്ണിൽ ഉടക്കിയത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കുറച്ചുകൂടി ഡീറ്റെയിൽസ് നോക്കിയപ്പോൾ ഇത് ഇത്രയും ഹൈറ്റിലൊക്കെ പൊക്കാൻ വേണ്ടിയിട്ട്, ഹൈറ്റ് കൂട്ടി വെക്കാൻ വേണ്ടിയിട്ടൊക്കെ പറ്റുമെന്ന് അറിഞ്ഞപ്പോൾ പിന്നെ ഞാനൊന്നും ആലോചിച്ചില്ല ഗൈസ്, ഞാൻ ഇവനെ ഇങ്ങോട്ട് വാങ്ങി. ഓക്കെ, അപ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല ഇതുവരെ. വീഡിയോ എടുക്കുമ്പോൾ ഞാൻ അതിൽ പറയാം കേട്ടോ. കണ്ടോ, ഇവിടെ ഇങ്ങനെ താത്തുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് അടയും. എന്നിട്ട് നമുക്കിത് ഫുള്ളായിട്ട് ഇങ്ങനെ താഴ്ത്തി ഇത്ര വലുപ്പത്തിലാക്കാം. ഇതിനിങ്ങനെ ഒടിച്ച് മടക്കി നമുക്ക് ഇത്രയാക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ സെൽഫി സ്റ്റിക്ക് അല്ലെങ്കിൽ സ്റ്റാൻഡ്. സെൽഫി സ്റ്റിക്ക് അല്ല, നമ്മുടെ സ്റ്റാൻഡ് എന്ന് പറയാം, ട്രൈപോഡ് സ്റ്റാൻഡ് എന്ന് പറയാം, എങ്ങനെ വേണമെങ്കിലും പറയാം അതിന്. ഓക്കെ, അപ്പോൾ എനിക്കിത് ഏതായാലും നല്ല ഇഷ്ടമായി. ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാനും പറ്റുന്നുണ്ട്, നല്ല ഹൈറ്റിൽ എടുക്കാനും പറ്റും, നമുക്ക് കയ്യിൽ ബാഗിലിട്ട് കൊണ്ടുപോകാനും പറ്റും. അപ്പോൾ ഈ ഒരു സാധനം നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെച്ചാൽ, അല്ലെങ്കിൽ ഞാൻ യൂസ് ചെയ്ത ഏതെങ്കിലും പ്രോഡക്റ്റ് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നോക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഡീറ്റെയിൽസ് സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നെന്ന് വിചാരിക്കുന്നു. കുറച്ചധികം വലിയ വീഡിയോ ആയിരിക്കും, കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ട് തന്നെ കാണിച്ചു തന്നതിനുണ്ട്. ഇത്തിരി വലിയ വീഡിയോ ആയിരിക്കും, എന്നാലും കുഴപ്പമില്ല. കാണാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് വീണ്ടും വേറെ എന്തെങ്കിലും വീഡിയോ ആയിട്ട് കാണാം ഗൈസ്. ടാറ്റാ, ബൈ ബൈ, സീ യു.